പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, കർക്കടക മാസത്തിൽ ഗുരുവായൂർ ദേവസ്വം ആവിഷ്കരിച്ചതായ പ്രഭാഷണ പരമ്പരയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇന്നത്തെ പ്രഭാഷണം നിർവഹിക്കാൻ എത്തിയിട്ടുള്ളത് പ്രൊഫസർ PK ശാന്തകുമാരി എന്ന പ്രഗത്ഭയായ ഒരു അധ്യാപികയാണ്. ഗുരുവായൂർ നിവാസികൾക്ക് ഏറെ പരിചിതമാണ് ഈ പേര്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സംസ്കൃത വിഭാഗത്തിൻ്റെ അധ്യക്ഷയായിട്ട് ഏറെക്കാലം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. കൂടാതെ കേരളത്തിലെ മറ്റ് സർവകലാശാലകളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി എന്നീ വിശ്വവിദ്യാലയങ്ങളിൽ അവിടെയുള്ള പഠന ബോർഡുകളിലെല്ലാം അവരുടെ സജീവമായ സാന്നിധ്യമുണ്ട്. ഭക്തി പ്രഭാഷണം എന്നീ മേഖലകളിലും ശ്രദ്ധേയയാണ് ശാന്തകുമാരി ടീച്ചർ. ഇന്ന് ഇവിടെ പ്രഭാഷണത്തിന് തിരഞ്ഞെടുത്ത വിഷയം രാമായണത്തിലെ ചില അപ്രസിദ്ധരായ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്. ഈ അപ്രസിദ്ധി എന്ന് പറയുന്നത് വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട് വന്ന അപ്രസിദ്ധിയാണ്. ഇവരെല്ലാം പ്രഗത്ഭരായ കഥാപാത്രങ്ങളുമാണ്. അപ്പോൾ ഒരേ സമയം ഈ രണ്ട് ഗുണങ്ങളോട് കൂടിയ കഥാപാത്രങ്ങളുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ശാന്തകുമാരി ടീച്ചറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ സ്നേഹത്തോടു കൂടി ടീച്ചറെ ഈ പ്രഭാഷണം നിർവഹിക്കാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേവസ്വം അനുവദിച്ച സമയം 1 മണിക്കൂറാണ്. മാന്യ സദസ്സിന് നമസ്കാരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. ഇവിടെ സാധാരണഗതിയിൽ രാമായണ മാസങ്ങളിലും കർക്കിടക മാസത്തിലും മണ്ഡലകാലങ്ങളിലൊക്കെ സ്ഥിരമായി പ്രഭാഷണം നടത്തിയിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് എനിക്കതിന് സാധിക്കാറില്ല. പക്ഷെ ഇത്തവണ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് ഇന്നിവിടെ വരാൻ സാധിച്ചതും ഇന്ന് നിങ്ങളുടെയൊക്കെ മുൻപിൽ എന്തെങ്കിലും എനിക്കറിയാവുന്ന 2-3 കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നേക്ക് മുമ്പ് സംസാരിച്ച ധാരാളം പണ്ഡിത അഗ്രേസരന്മാരിവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സ്ഥിരം അതൊക്കെ കേൾക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും ചിലപ്പോൾ ആയിന്ന് വരില്ല. കുറച്ച് കാലമായിട്ട് ഈ ടച്ച് വിട്ട് നിൽക്കണമുണ്ട്. എനിക്കറിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമാവോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് അറിവുള്ള എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ട് ആണ് ഓരോ കാര്യം നോക്കിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് രാമായണ എടുത്ത് നോക്കുമ്പോൾ രാമായണത്തിൽ വാൽമീകി മഹർഷി ആഗ്രഹിച്ചത് ഏറ്റവും ധർമ്മത്തിന് ഏറ്റവും ധർമ്മിഷ്ഠനായിരിക്കുന്ന ഒരു മനുഷ്യനായാൽ എങ്ങനെ ആയിരിക്കണം എന്ന ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ്. അങ്ങനെ വാൽമീകി മഹർഷിയുടെ രാമായണം, വാൽമീകി മഹർഷി രാമായണം ജയിച്ചതിൽ പിന്നെ ഇഷ്ടം പോലെ ധാരാളം പേര് പല രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കമ്പരാമായണങ്ങൾ, ആനന്ദരാമായണം, ധാരാളം രാമായണങ്ങൾ അതിനെ തുടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാമായണത്തിലെ പല കഥാപാത്രങ്ങൾ തന്നെയാണ് നമ്മൾ അവിടെ കാണുക. പക്ഷെ മെയിൻ കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ രാമായണത്തിൽ എടുത്ത് നോക്കുമ്പോൾ രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം
ആരൊക്കെയാണെന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവരുടെയൊക്കെ പിന്നിൽ തിരശ്ശീലയ്ക്ക് മറിഞ്ഞു നിൽക്കുകയാണ് പലരും. കാരണം ഒന്നുകിൽ വാൽമീകി അവരെ വല്ലാണ്ടതാക്കേണ്ടതെന്ന് വെച്ചാൽ, കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. രാമ ഈസ് ദ പെർസോണിഫിക്കേഷൻ ഓഫ് ധർമ്മ. ആ ധർമ്മത്തിനാണെങ്കിലോ 4 പാദങ്ങളാണ്. ആ 4 പാദവും ശൗചം, ദയ, തപസ്, സത്യം, ഇതൊക്കെ കൂടിയതാണ്. 4 പാദങ്ങളാണ്. ഇത് മുഴുവനും യോജിച്ചവനാണ് ശ്രീരാമസ്വാമി. അപ്പോൾ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞിട്ട് അത് ത്രേതായുഗത്തിലുള്ള ഈ കാര്യങ്ങൾ യുഗങ്ങൾ മാറുമ്പോൾ ആ ധർമ്മത്തിന് ചിലപ്പോൾ ചുതി സംഭവിക്കും. ഇപ്പോൾ രാമായണത്തിൽ കാണുന്ന ത്രേതായുഗത്തിൽ കാണുന്നതല്ല നമുക്ക് ദ്വാപരയുഗത്തിൽ മഹാഭാരതത്തിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ ഒരു അനൃതം പറയണമെന്ന് ഗുരുവായൂരപ്പൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് യുധിഷ്ഠിരനോട്. അപ്പോൾ ധർമ്മത്തിൻ്റെ തത്വം എന്താണെന്ന് പറയാനായിട്ട് പലർക്കും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചോദിക്കുക, എന്താണ് അപ്പോൾ ധർമ്മം? ഈ ധർമ്മത്തിന് ഇങ്ങനെ ചുതി സംഭവിക്കാൻ കാരണമുണ്ട്. ഓരോ കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പലതും മാറുന്നു. പക്ഷേ അപ്പോൾ മഹാജനഃ ഏന ഗത സപന്ഥ. മഹാജനങ്ങൾ ഏത് വഴിയിലൂടെയാണോ പോയത് അതാണ് പന്ഥാവ്. കാരണം ധർമ്മസ്യ തത്വം നിഹതം ഗുഹായ. ധർമ്മം എന്താണെന്ന് പറയാനായിട്ട് എങ്ങനെയാണെന്ന് വിവക്ഷിക്കാൻ പ്രയാസം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ധർമ്മം. അപ്പം ധർമ്മിഷ്ഠനായിരിക്കുന്ന ശ്രീരാമനെ പറ്റിയിട്ടാണ് ശ്രീരാമായണം. അദ്ദേഹം മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനായിട്ട് വാൽമീകി മഹർഷി കണ്ടെത്തിയ ശ്രീരാമൻ്റെ കഥയാണ് രാമായണം. അതിലെ രാമായണത്തിൽ നമുക്കറിയാം, എല്ലാവരും ഉണ്ട്. പല പ്രധാന കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് ധാരാളം അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അവരെയൊക്കെ ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ അവരെ ഉത്ബോധിപ്പിക്കുന്ന ചില ചാലക ശക്തികളുണ്ട്. അവരാരൊക്കെ? ഇപ്പം നമുക്ക് ഉദാഹരണം എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. രാമായണത്തിൽ തന്നെ ഒരു ദശരഥ മഹാരാജ പുത്രകാമേഷ്ടി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോടൊന്നും അതിനെപ്പറ്റി ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ പുത്രകാമേഷ്ടി ചെയ്യാൻ പോകുന്നു, ചോദിച്ചിട്ടില്ല. രാമനെ രാജാവാക്കാൻ പോകുന്നു, ചോദിച്ചിട്ടില്ല. ഇതൊക്കെ രാജാവിൻ്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ശ്രീരാമൻ എന്താ ചെയ്ത്? സീതാപരിത്യാഗം ചെയ്യുമ്പോൾ ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല. അപ്പോൾ അതുപോലെയല്ല നമ്മുടെ ദ്വാപരയുഗത്തിൽ വരുമ്പോൾ. കാരണം ഇവിടെ സ്ത്രീകൾക്ക് യാതൊരു അധികാരങ്ങളും. കൗസല്യ, കൈകേയി, സുമിത്ര, ഇങ്ങനെ 3 ഭാര്യമാരുണ്ട്. അവരോടൊന്നും അഭിപ്രായം ചോദിച്ചില്ല. അതുപോലെ തന്നെ അതേസമയം സീതയോട് അഭിപ്രായം ചോദിച്ചു, ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ അങ്ങനെയല്ല മഹാഭാരതം വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ രാമായണത്തിൽ ഈ പുത്രകാമേഷ്ടി നടത്തുമ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടുന്ന നിവേദ്യമായ പായസം ദശരഥ മഹാരാജാവ് കൊടുക്കുന്നത് എങ്ങനെയാണ്? പട്ടമഹിഷിയായ കൗസല്യയ്ക്കും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കൈകേയിക്കുമാണ്. എന്നാൽ അവിടെ സുമിത്രയെ പറ്റിയിട്ട് ആരും ഒന്നും മിണ്ടണില്ല. പക്ഷേ സുമിത്ര എന്ന പദത്തിന് വലുതായ അർത്ഥമുണ്ട്. ഏറ്റവും വലിയ അർത്ഥമാണ് സുമിത്ര എന്നുള്ള പദത്തിന്. കാരണം എന്താ അറിയോ? ഏറ്റവും ശോഭനയായിരിക്കുന്ന മിത്രം. എല്ലാവർക്കും, ആർക്കും ഒരു അഹിതവും ഇല്ല. സീതാദേവി സുമിത്രയെ പറ്റിയിട്ട് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എല്ലാവരും സ്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. നമുക്ക് ധാരാളം പേരെ നമുക്ക് പരിചയമുണ്ട്. എല്ലാവർക്കും കുറേ പേര് ഇഷ്ടമായിരിക്കും, കുറേ പേര് ഇഷ്ടമല്ലായിരിക്കും, ചില ഗുണങ്ങൾ ഇഷ്ടമായിരിക്കും. സുമിത്ര എന്ന് പറയുമ്പോൾ ആ മിത്ര എന്നുള്ള പദം നമ്മൾ മനസ്സിലാക്കണം. സുമിത്ര കൈകേയിയാണ്, കേകേയി രാജ്യത്തിലെ രാജകുമാരിയാണ്. കോസല രാജാവിൻ്റെ രാജ്യത്തിലെയാണ്. എന്താ പറയുക, ഈ കൗസല്യയ്ക്കും തനതായിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. പക്ഷെ സുമിത്രയെ പറ്റിയിട്ട്, സുമിത്ര ഏത് രാജകുമാരിയാണ് എവിടെയും പറയുന്നില്ല. സുമിത്രയെ പറ്റി പറയാനേ ആഗ്രഹിക്കുന്നില്ല ആരും. പക്ഷേ ദശരഥന് അറിയാമായിരുന്നു, കൗസല്യ ഇവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട ആളായിരുന്നു സുമിത്ര. കൈകേയിക്കും കൗസല്യയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു സുമിത്ര. നമ്മളെപ്പോലെ തന്നെ ഒരു പത്നിയാണ്, രാജപത്നിയാണ്. അപ്പോൾ തനിക്ക് കിട്ടിയതിൻ്റെ പകുതി
കൗസല്യ സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പോൾ കൈകേയിക്ക് മോശമാണെന്ന് തോന്നുന്നുണ്ട്, കൈകേയും തനിക്ക് കിട്ടിയതിൻ്റെ പകുതി കൊടുത്തു. അപ്പോൾ ആ നല്ല സ്വഭാവമുള്ളത് കൊണ്ട്, എല്ലാവരാലും അഭിനന്ദിക്കപ്പെടുന്നവളായതുകൊണ്ട് സുമിത്രയ്ക്ക് എന്തായി? പകുതി മുഴുവനും സുമിത്രയ്ക്ക് കിട്ടി. കാരണം കൗസല്യ കൊടുത്ത പകുതിയും കൈകേയി കൊടുത്ത പകുതിയും കിട്ടി. അപ്പോൾ ശരിക്ക് സുമിത്രയ്ക്ക് 2 കുട്ടികളാണ് ഉണ്ടാവുന്നത്, മറ്റവർക്ക് 2 പേർക്കും ഓരോ പുത്രന്മാർ. അതാണ് ശൗശീല്യം, ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുടെ സവിശേഷതയാണത്. അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ദശരഥ മഹാരാജാവ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് കവി പറയുന്നു. പക്ഷേ സുമിത്ര കൈകേയിയോട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കൗസല്യയോട്. എല്ലാവരോടും തൻ്റെ സപത്നിമാരാണ് എന്നുള്ളത് കൊണ്ട് അവരോട് ഒരു വൈരാഗ്യവും ഒരു സ്നേഹക്കുറവും ഒന്നും സുമിത്ര കാണിച്ചിട്ടില്ല. അത്ര ശ്രേഷ്ഠയാണ് സുമിത്ര. ആ സുമിത്ര എന്തുകൊണ്ടാണ് സുമിത്രയെ ഈ വാൽമീകി മഹർഷി പിന്നിൽ നിർത്തിയത്? എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുകയാണ്? സുമിത്രയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. സുമിത്രയാണ് ആ ഇതിൽ ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു കഥാപാത്രം. സുമിത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സുമിത്ര ഇവിടെ രാമൻ വനത്തിലേക്ക് പോണു. അപ്പം തന്നെ ലക്ഷ്മണനും പറയാണ്, ഞാനും ഏട്ടൻ്റെ ഒപ്പം ഞാനും പോവാണ്. ഏട്ടന് 14 കൊല്ലം വനവാസമാണെങ്കിൽ ഞാനും അതേപോലെ തന്നെ വനവാസത്തിലാണ്, 14 കൊല്ലം വനവാസത്തിലാണ് ഞാനും. അപ്പോൾ താൻ വനവാസത്തിന് തയ്യാറായി എന്നുള്ളത് അമ്മയെ അറിയിക്കാനായിട്ട്, സുമിത്രയെ അറിയിക്കാനായിട്ട് ലക്ഷ്മണൻ സുമിത്രയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ഒരമ്മയും, ലോകത്തിലെ കോടാനുകോടി അമ്മമാരുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരമ്മയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. ആ അമ്മ പറയാണ്, മകനോട് പറയാണ്. മകന് കൊടുക്കുന്ന ഉപദേശം വല്ലാത്തൊരു ഉപദേശമാണ്. ആ ഉപദേശമാണ് നമുക്കറിയാം. ഈ വിക്രമാദിത്യൻ്റെ സദസ്സിൽ, ഗുപ്തരാജാക്കന്മാരുടെ വിക്രമാദിത്യ സദസ്സിൽ നവരത്നങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു കവിയായിരുന്നു വരരുചി. ഈ വരരുചി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, രാജാവ് ചോദിക്കുന്നുണ്ട്, ഈ ഇത്രയും 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും അർത്ഥഗാംഭീര്യമുള്ള, ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ പ്രശസ്തമായ ശ്ലോകം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. ഈ നവരത്നങ്ങളിലെ കവികളിൽ ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായ പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്ന വരരുചിക്ക് വല്ലാത്ത വിഷണ്ണനായി അദ്ദേഹത്തിന് പ്രത്യേക ചില കഴിവുകളുണ്ട്, സാധാരണക്കാളും ചില പ്രത്യേക കഴിവുകൾ. അദ്ദേഹത്തിന് ഈ എന്താ പറയുക, പക്ഷിമൃഗാദികളുടെ സംസാരമൊക്കെ നല്ലപോലെ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അദ്ദേഹം വിഷണ്ണനായിട്ട് അവിടുന്ന് പോവുകയാണ്. വിഷണ്ണനായിട്ട് പോയിട്ട് കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ അദ്ദേഹം തളർന്നു. അദ്ദേഹം തൻ്റെ ഈ മേൽമുണ്ട് വിരിച്ചിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ മരത്തിൻ്റെ ചോട്ടിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മയങ്ങിപ്പോയോ എന്ന് സംശയം. അപ്പോഴാണ് ആ മരത്തിൻ്റെ മുകളിൽ 2 പക്ഷികളിരിക്കുന്നുണ്ട്, ഒരു ആൺപക്ഷിയും ഒരു പെൺപക്ഷിയും. അപ്പോൾ പെൺപക്ഷി പറയാണ്, വെറുതെ ബഹളം കൂട്ടണ്ട, നമ്മൾ കലവില, നമ്മൾ തമ്മിൽ തല്ലണ്ട, ഭയങ്കര ബഹളം കൂട്ടുക, ചലവിലയെന്ന് നമ്മൾ സംസാരിച്ച ചോട്ടിൽ കിടന്നുറങ്ങുന്നത് പണ്ഡിത ശ്രേഷ്ഠനായിരിക്കുന്ന വിക്രമാദിത്യ സദസ്സിലെ ഏറ്റവും പണ്ഡിതനായ വരരുചിയാണ്. അദ്ദേഹത്തിന് ശല്യം ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ ബഹളം കൂട്ടരുത് എന്ന് പറയാം. അപ്പോൾ ആൺപക്ഷി പറയാ, ഈ ഇദ്ദേഹം പണ്ഡിതനാണെന്ന് ആരാ പറയുക? ഒരു പണ്ഡിതനും ഇല്ല, ഒരു പാണ്ഡിത്യവും ഇല്ല അദ്ദേഹത്തിന്. എന്താ അങ്ങനെ പറയണം? 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തിൽ ഏറ്റവും രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്ന് പറഞ്ഞ ആ ശ്ലോകം അറിയാത്ത ആളടയിൽ കിടക്കണം. പക്ഷിമൃഗാദികളുടെ ഭാഷ അറിയുന്ന വരരുചിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഇതാണ് ആ ശ്ലോകം. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ആരാ ഈ ശ്ലോകം? വാൽമീകി മഹർഷി ആരെ കൊണ്ടാ പറയിപ്പിക്കുന്നത്? സുമിത്രയെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. എത്ര പേരുണ്ട് ഈ ഇത്രയും 24,000 ശ്ലോകങ്ങളിൽ
എത്ര മനോഹരമായ ഈ ശ്ലോകം പറയാനായിട്ട്, ഏറ്റവും പ്രസിദ്ധമായ ഈ ശ്ലോകം പറയാനായിട്ട് എന്തുകൊണ്ടാണ് വാൽമീകി മഹർഷി സുമിത്രയെ തിരഞ്ഞെടുത്ത്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. വാൽമീകി മഹർഷി സുമിത്രയെ എന്തുകൊണ്ടാണ്, നമ്മൾ പറയണം സുമിത്രയെ പറ്റിയിട്ട്. വാൽമീകി പറഞ്ഞല്ല അറിയാം, നമ്മൾ പറയണം. സുമിത്രയുടെ മഹത്വം ഈ കസ്തൂരിയുടെ മണം ഇങ്ങനെയുണ്ട്. കസ്തൂരിയുടെ മണം ശബദേന നിഗൃഹതി. കസ്തൂരിയാണ്, അതിങ്ങനെ സൗരഭ്യം പരത്തിക്കൊണ്ടിരിക്കും. അതേപോലെയാണ് സുമിത്ര. സുമിത്ര മകൻ യാത്ര പറയാൻ വരുമ്പോൾ, ലക്ഷ്മണൻ കാട്ടിലേക്ക് പോവാൻ തയ്യാറായിട്ട് വരുമ്പോൾ, ശ്രീരാമൻ സ്വാമിയോടൊപ്പം കാട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ട് വരുമ്പോൾ പറയുന്ന ശ്ലോകമാണ്, അല്ലയോ മകനെ, നീ രാമം ദശരഥം വിധി. നീ പോകുന്നത് നന്നായി. രാമനെ നീ ആരായിട്ട് കണക്കാക്കണം? നിന്റെ ജ്യേഷ്ഠനായിട്ടല്ല കണക്കാക്കേണ്ടത്. പിന്നെയോ നീ പിതാവായിട്ട്, ദശരഥനായിട്ട് മനസ്സിലാക്കണം. ദശരഥൻ്റെ സ്ഥാനത്താണ്, നിന്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് നീ ആരെ കാണേണ്ടത്? രാമനെ കാണേണ്ടത്. മാം വിദ്ധി ജനകാത്മജാം. നീ ജാനകിയെ, നിന്റെ ജ്യേഷ്ഠത്തി അമ്മയായിരിക്കുന്ന ജാനകിയെ ഞാനായിട്ട് മനസ്സിലാക്കണം, അമ്മയായിട്ട് മനസ്സിലാക്കണം. അമ്മയാണ്, അമ്മയെ പോലെ കണക്കാക്കണം. അയോധ്യാം അടവിയും വിധി. അയോധ്യ നീ താമസിക്കുന്ന കാട്ടിലാണെന്ന് ചിന്തിക്കേരുത്. ഇത്രയും ക്രൂരമൃഗങ്ങളും രാക്ഷസന്മാരും എല്ലാം ഉള്ള ആ കാട്ടില്, അത്രയും വലിയ വനാന്തരത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നീ അയോധ്യയെ കൂടി സഞ്ചരിക്കുകയാണെന്ന് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. എന്നാൽ നിന്റെ യാത്ര ശുഭമായി തീരും. ലക്ഷ്മണൻ സ്വയം പോവാൻ തയ്യാറായില്ല എങ്കിൽ ലക്ഷ്മണനെ പ്രേരിപ്പിക്കുമായിരുന്നു, ഒപ്പം പോകാൻ പ്രേരിപ്പിക്കുമായിരുന്നു സുമിത്ര. എന്തുകൊണ്ടാണ്? സപത്നിയുടെ മകനാണ് എന്നുള്ളത് കൊണ്ട്. നമ്മളൊക്കെ എന്താ ചെയ്യുക? സാധാരണ ഒരു ജ്യേഷ്ഠത്തെ അനിയത്തിൻ്റെ മക്കളാണെന്ന് വിചാരിക്കുക. രണ്ടുപേര് വരുമ്പോൾ ഒരാൾ എന്തെങ്കിലും വാങ്ങാനായിട്ട്, കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിലും മഴയുണ്ട് പോകുമ്പോൾ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ പറയും, വേണ്ട പോണ്ട, എന്താ കാരണം അവനോടല്ലേ വാങ്ങാൻ പറഞ്ഞപ്പോൾ നീ എന്തിനാ ഇങ്ങനെ പറയുന്നവരെയാണ് നാം കാണുന്നത്. പക്ഷെ സുമിത്ര ഇത്രയും വലിയ ത്യാഗം ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. എന്താ കാരണം? 14 കൊല്ലമാണ് വനവാസത്തിന് പോകുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് അതിൽ. പോകുന്നതിൻ്റെ ഒപ്പം തന്നെ സുമിത്ര വേറെയും പറയുന്നുണ്ട്. ഈ ശ്ലോകമാണ് ഏറ്റവും മനോഹരമായ ശ്ലോകം, രാമനെ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പ്രമാദം മാ കാശി. അല്ലയോ മകനെ, നീ പ്രമാദം മാ കാശി. പുത്ര രാമേ ഭ്രാതരി ഗച്ഛതി. രാമനില്ലാത്തപ്പോൾ നീ എന്ത് ചെയ്യരുത്? നിന്റെ കയ്യിൽ നിന്ന് തെറ്റു വരരുത്. ഒരു തെറ്റും വരരുത്. പ്രമാദം എന്ന് പറഞ്ഞാൽ തെറ്റെന്ന് മാത്രമേ അർത്ഥമുള്ളൂ എങ്കിലും വലുതായ അർത്ഥമുണ്ട് ആ പ്രമാദത്തിന്. പ്രമാദത്തിന് വളരെ വലിയ അർത്ഥമാണുള്ളത്. എന്താ പ്രമാദത്തിൻ്റെ അർത്ഥം? തെറ്റെന്ന് മാത്രമല്ല, ചെറുപ്പക്കാരാണ് വളരെ. ശ്രീരാമനും ചെറുപ്പാണ്, ലക്ഷ്മണനും ചെറുപ്പാണ്, എല്ലാവരും. സീതാദേവി അതിസുന്ദരിയാണ്. അതുപോലെ പത്നി സമേതനായിട്ടല്ല ലക്ഷ്മണൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ വനത്തിൽ വെച്ച് എന്തെങ്കിലും ഒരു തെറ്റ് നിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവരുത്. അതിന് കുമാരാശർ അന്ധാളിപ്പ് വരാതുണ്ണി ജ്യേഷ്ഠൻ രാമൻ ഗമിക്കവേ. അല്ലയോ ഉണ്ണി, നിനക്ക് തെറ്റ് പറ്റല്ലേ? ഒരു തെറ്റ് നിനക്ക് പറ്റല്ലേ? നീ സുമിത്രാതനയനാണ്, നീ സൗമിത്രിയാണ്. കൗസല്യാതനയെന്നൊക്കെ പറയുള്ളൂ. പക്ഷെ സുമിത്രയുടെ മകനാണ്. സുമിത്രയുടെ മകനാണെന്ന് പലതിലും പറയുന്നുണ്ട്. പല കാര്യങ്ങൾ പല സ്ഥലത്തും സുമിത്രാതനയൻ സൗമിത്രി എന്ന് വാൽമീകി പല പ്രാവശ്യവും ലക്ഷ്മണൻ എന്ന് പറയാതെ സൗമിത്രി എന്നാണ് പറയുന്നത്. അതായത് സുമിത്രയ്ക്ക് ഓരോ പ്രാവശ്യവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് ആ പദം കൊണ്ട്. അതാണ് സുമിത്ര വളർത്തിയ മകനാണ്. അമ്മ ആണ് മകനെ എന്താ പറയുക, രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ നിനക്ക് പക്ഷെ ഇങ്ങനെയൊക്കെ ശരിയാണ്.
അമ്മ പറഞ്ഞത് വളരെ സത്യമാണ്. എന്താ കാരണം? 13 കൊല്ലം വരെ ഒരു പ്രശ്നമില്ല. 14ാമത്തെ കൊല്ലമാണ് മാരീചൻ്റെ മായയാൽ സീതയ്ക്ക് ഒരു മതിഭ്രമുണ്ടായി. കാരണം മായയാണ് ആ പൊന്മാൻ എന്ന് മനസ്സിലാവാതെ രാമൻ അതിന് പിന്നാലെ പോയപ്പോൾ അവിടെ മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞപ്പോൾ ശ്രീരാമനാണ് കരയണം എന്ന് കരുതി വീണ്ടും വീണ്ടും ലക്ഷ്മണനെ പോകാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ എന്തായാലും തൻ്റെ ജ്യേഷ്ഠന് യാതൊരു വിഷമവും വരില്ല എന്ന് അദ്ദേഹത്തിന് നല്ല പോലെ അറിയാം. പക്ഷേ അദ്ദേഹം പോകാതിരുന്നപ്പോൾ ഇത്ര നല്ലവളായ പതിവ്രതകളിൽ വളരെ ശ്രേഷ്ഠയായ സീത പോലും ലക്ഷ്മണനോട് കയർക്കുന്നുണ്ട്. എന്താണ് നിന്റെ ഉദ്ദേശം? ജ്യേഷ്ഠനില്ലാത്തപ്പോൾ എന്തു ആവാനാണോ? എന്തെങ്കിലും എന്നിൽ ഇല്ല മോഹമുണ്ട് എന്ന് തോന്നുന്ന പോലെ ഉണ്ടല്ലോ എന്നൊരു പദം സീതാദേവി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് സുമിത്ര പറഞ്ഞ കാര്യം, പ്രമാദം മാ കാശി, പ്രമാദമരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? തൻ്റെ മകന് തെറ്റുവരാതെ നോക്കാൻ എല്ലാ സമയത്തും ഈ സുമിത്രാ തനയനെ കൊണ്ട്, സൗമിത്രിയെ കൊണ്ട് ശ്രീരാമസ്വാമി ചെയ്യിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് സങ്കടം വരും. നമുക്ക് ആ സുമിത്രയുടെ അപ്പോൾ സൗമിത്രി എന്ന് ഓരോ പദത്തിലും പറയുമ്പോൾ ഞാൻ ആ സുമിത്രയെ പറ്റിയാണ് ഓർക്കുക. ഇത്രയും നല്ലൊരു മകനെ വാർത്തെടുക്കാൻ കഴിഞ്ഞ ആ അമ്മയെ സാഷ്ടാംഗം പ്രണമിക്കാനാണ് നമുക്ക് തോന്നുക. എന്താ കാരണം? ഈ ലങ്കയിൽ നിന്ന് എല്ലാം യുദ്ധം എല്ലാം കഴിഞ്ഞു, രാക്ഷസന്മാരെയൊക്കെ തോൽപ്പിച്ച് എല്ലാം കഴിഞ്ഞു. ആ സമയത്ത് സീതാദേവി ആനയിക്കപ്പെടുകയാണ് ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക്. അപ്പോൾ അമ്മ പറയാണ്, നീ ഇത്രയും നാൾ അവിടെ പുറത്തിരുന്നതല്ല, അപ്പോൾ നിന്നെ പറ്റിയിട്ട് ആൾക്കാർ അപവാദം പറയാനായിട്ട് ചിലപ്പോൾ. അപ്പോൾ സീതാദേവിക്ക് സങ്കടം വരികയാണ്. സീതാദേവി പറയണ, ഒരിക്കലും മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തെറ്റ് പോലും ചെയ്യാത്ത അങ്ങക്ക് എന്നെ സംശയം വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് എന്താ അർത്ഥം? അപ്പോൾ പറയണ ലക്ഷ്മണനോടാ പറയണത് എങ്ങനെയാ? ചിതാമ്മേ കുരു സൗമിത്രേ, അല്ലയോ സൗമിത്രേ നീ എനിക്ക് ചിതയൊരുക്കൂ എന്നാണ്. സൗമിത്രേ നീ ചിതയൊരുക്കൂ എനിക്ക്. എന്തിനാ അങ്ങനെ പറയണത്? നീയാണ് എനിക്ക് ചിതയൊരുക്കേണ്ടത്. അപ്പം ലക്ഷ്മണൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ ശ്രേഷ്ഠയാണ് സീതാദേവി എന്നറിയാം. എന്നിട്ടും സീതാദേവിയെ, പരിശുദ്ധയായ സീതാദേവിയെ അഗ്നിസ്നാനം ചെയ്യിപ്പിക്കാൻ ശ്രീരാമൻ തയ്യാറാവുമ്പോൾ അദ്ദേഹം ശ്രീരാമൻ്റെ മുഖത്തേക്ക് ഒന്നിങ്ങനെ നോക്കും. അപ്പോൾ ശ്രീരാമൻ മുഖം കൊണ്ടുവരായിക്കോട്ടെ എന്ന രീതിയിൽ അങ്ങനെ ആ സൗമിത്രിയെ കൊണ്ട് സീതയുടെ അഗ്നിസ്നാനം ചെയ്യാനുള്ള ചിത ഒരുക്കുന്നത് പാവൻ സൗമിത്രിയാണ്. ഈ സൗമിത്രി ഇത്രയും ആത്മഫലം, എങ്ങനെയാണ് സൗമിത്രിക്ക് ഇത്രയും ആത്മഫലം ഉണ്ടായത്? 14 കൊല്ലം ആഹാര നിദ്ര ഉപേക്ഷിച്ചുകൊണ്ട് 14 കൊല്ലം. എന്താ കാരണം? പറഞ്ഞു കൊടുക്കണ വേറെ കൂടിയുണ്ട്. ദാനം, ദീക്ഷ, യജ്ഞദീക്ഷ. ദാനം, യജ്ഞദീക്ഷ, അതേപോലെ വീരമൃത്യു. ഇത് നമ്മുടെ കുലധർമ്മമാണ് എന്നാണ് സുമിത്ര പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ കുലധർമ്മമാണ്. ജ്യേഷ്ഠനെ രക്ഷിക്കേണ്ടി വരുന്ന സമയത്ത് നീ ആത്മത്യാഗം ചെയ്താലും നീ വീരമൃത്യു പ്രാപിച്ചു എന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ. ശരിക്കും സാധാരണ അമ്മമാർ മക്കൾക്ക് വേണ്ടി, സാധാരണഗതിയിൽ മക്കൾക്ക് വേണ്ടി പലതും ത്യജിക്കാൻ തയ്യാറാവും അമ്മമാർ. പക്ഷേ ഒന്ന് ആലോചിച്ചു, ഈ രാമായണത്തിൽ സുമിത്ര ചെയ്യുന്നത് അതേപോലെ സുമിത്ര ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുമെന്ന് പറയുന്നതിന് കാരണം എന്താ? മകനെ തന്നെ ത്യാഗം ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. മകനെ തന്നെ ത്യജിക്കാൻ തയ്യാറാവുകയാണ്. 14 കൊല്ലം മകനെ കാണാതിരിക്കുക എന്നുള്ളതല്ല, മകനെ തന്നെ പറയണം, അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ നീ ആത്മത്യാഗം ചെയ്തിട്ടെങ്കിലും ജ്യേഷ്ഠനെ രക്ഷിക്കണം. പിതുരാജ്ഞ എന്ന ലംഘിതാണ്. ജ്യേഷ്ഠൻ്റെ ആജ്ഞ നീ എന്ത് ചെയ്യണം? പിതാവിൻ്റെ ആജ്ഞ പോലെയാണെന്ന് കരുതി ഒരിക്കലും ലംഘിക്കരുത്. ജ്യേഷ്ഠനാണ്, പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ എൻ്റെ സ്ഥാനത്താണ് നീ ജാനകിയെ കാണേണ്ടത്.
അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അങ്ങനെ ഉള്ള സമയത്ത് ഇതിനു മുമ്പ് ഈ രാമൻ സീതാദേവി നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ സീതാദേവിയെ അന്വേഷിച്ച് ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവർ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുകയൊക്കെ ചെയ്യും. ഹനുമാൻ സ്വാമി വന്നിട്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഋഷിമുഖാചലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രീരാമൻ്റെ ദുഃഖം കണ്ടിട്ട് ഈ സുഗ്രീവൻ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, മുകളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ, ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ ആകാശത്തിലൂടെ രാവണൻ്റെ പുഷ്പവിമാനത്തിൽ ഒരു സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ആ സ്ത്രീ ഇങ്ങനെ വിലപിക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ അവരുടെ വസ്ത്രം തിന്നൊരു കഷ്ണം കീറി അവരേതൊക്കെയോ ആഭരണങ്ങൾ ഊരി അതിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് ഇട്ടു. ഇവിടെ അങ്ങ് നോക്കൂ, ഈ ആഭരണങ്ങൾ ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഇത് അവരുടെ തന്നെയാണ്. രാവണനായതുകൊണ്ട് എന്തു ആവാം. ഇപ്പോൾ സീതാദേവി തന്നെയല്ല, രാവണൻ ഒരു സ്ത്രീജനനാണെന്ന് പ്രസിദ്ധമാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരാണോ എന്ന് എനിക്കറിയില്ല. ഈ ആഭരണങ്ങൾ അങ്ങനെ ഒന്ന് നോക്കൂ എന്ന് പറയാം. അപ്പോൾ ഈ ആഭരണങ്ങൾ കൊണ്ട് വയ്ക്കുകയാണ് ശ്രീരാമസ്വാമിയുടെ മുൻപിൽ. അപ്പോൾ രാമൻ അതൊക്കെ നോക്കുമ്പോൾ രാമൻ സൗമിത്രയോട് പറയാം, അല്ലയോ സൗമിത്രേ. അപ്പോഴും ഇങ്ങനെയാ പറഞ്ഞ, അല്ലയോ ലക്ഷ്മണാന്നല്ല വിളിക്കണേ, അല്ലയോ സൗമിത്രേ, നീ ഒന്ന് നോക്കൂ. കണ്ണുനീര് വീണിട്ട് എനിക്ക് ഈ ആഭരണങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിക്കാൻ പറ്റുന്നില്ല. നീ ഒന്ന് നോക്കൂ, ഇത് ഏതൊക്കെയാണ്, ശരിയാണോ, ജ്യേഷ്ഠത്തിയുടെ ആണോ എന്ന്. അപ്പോൾ ലക്ഷ്മണൻ പറയാണ്, ജ്യേഷ്ഠ, ഇതിലുള്ള ആഭരണങ്ങൾ മുഴുവൻ എനിക്ക് അറിയില്ല, പക്ഷെ 2 എണ്ണം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അത് ജ്യേഷ്ഠത്തിയുടെയാണെന്ന്. കാരണം ജ്യേഷ്ഠത്തിയുടെ നൂപുരം, പാദസരങ്ങൾ ചിരപരിചിതമാണ് എനിക്ക്. ദിവസവും രാവിലെ ജ്യേഷ്ഠത്തിയെ നമസ്കരിക്കാൻ, അമ്മയാണല്ലോ, അമ്മയെപ്പോലെ നമസ്കരിക്കാൻ പോകുമ്പോൾ കാലിൽ ഉള്ള പാദസരങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരപരിചിതങ്ങളാണ്, നല്ല പരിചിതമാണ്. അതുകൊണ്ട് ഇത് രണ്ടും, ഈ നൂപുരങ്ങൾ രണ്ടും ജ്യേഷ്ഠത്തിയുടെയാണ്, ഉറപ്പാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അമ്മ പറഞ്ഞു, എങ്ങനെയാണ് ഈ സൗമിത്രിക്ക് ഇത്രയും ആത്മഫലമുണ്ടായത്, ഇത്രയൊക്കെ പറയാൻ സാധിക്കുന്നത്, ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും അത് സുമിത്രയുടെ മകനായതുകൊണ്ടാണ്. സുമിത്ര കൊടുത്ത ആത്മബലമാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. സുമിത്ര കൊടുത്ത ഈ ആത്മബലം അദ്ദേഹം പാഥേയമായിട്ട് ഉപയോഗിക്കുകയാണ്. സുമിത്ര മകന് യാത്രയിൽ കൊടുത്ത പാഥേയമാണ് ഈ ആത്മബലം. അങ്ങനെയുള്ള സുമിത്ര പറയുന്ന സുമിത്രയ്ക്ക് അങ്ങനെ ഉപദേശിക്കാൻ സുമിത്രയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. സുമിത്ര അത് മാത്രമല്ല, ധാരാളം കാര്യങ്ങളുണ്ട്. ഈ സുമിത്ര ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ സൗമിത്രിക്ക് അവസാനം ചെയ്യേണ്ടത് എന്താ? ഇതൊക്കെ കഴിഞ്ഞു, രാജ്യത്തിൽ വന്നു, തിരിച്ചു വന്നു, രാജ്യഭരണത്തിലായി, എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഏതോ ഒരാളെ എന്തോ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അവിടെ രാജാവ്, ധർമ്മിഷ്ഠനായിട്ടുള്ള രാജാവ് എന്തു ചെയ്തു? സീതയെ പരിത്യജിക്കാൻ തയ്യാറായപ്പോൾ അത് സൗമിത്രയോട് പറയും, സൗമിത്രേ, നീ സീതയെ കൊണ്ടുപോയിട്ട് ഇപ്പം പറയണ്ട, കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ച് വരാനാ പറയും. അപ്പോൾ അന്ന് ആലോചിച്ചു, അത് ചെയ്യാനും ഈ സൗമിത്രയെ തന്നെയാണ്, ഈ പാപകർമ്മം ചെയ്യാൻ. കാരണം താൻ ചെയ്യുന്നത് എത്ര വലിയ പാപമാണെന്ന് നല്ലപോലെ ബോധ്യമുള്ള ഒരാളാണ് ലക്ഷ്മണൻ. എന്ന് ആലോചിച്ച് നോക്കൂ, സാധ്വിയാണ്, മഹാറാണിയാണ്, ചൗഷി, എല്ലാം കൊണ്ടും തനി പതിവ്രതാരത്ത് മനസ്സുകൊണ്ടോ കരങ്ങളെ കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്തവളാണ്. ഏറ്റവും തന്നെ കൊണ്ട് ഈ കഠോരമായ കൃത്യം നിർവഹിക്കാൻ എന്നെ ഏട്ടൻ എന്തിനാ തിരഞ്ഞെടുത്തത്? ആ കൊണ്ടുപോകുമ്പോൾ ഗംഗാനദി കടക്കുമ്പോൾ നമ്മുടെ രഘുവംശത്തിൽ ഒരു ശ്ലോകമുണ്ട്. കാളിദാസൻ ആ ശ്ലോകത്തിൽ പറയുന്ന കേട്ടാൽ നമുക്ക് സങ്കടാവും. ഗുരോർനിയോഗാത് വഹിതാം വനാന്തേ. ഗുരു എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ നിയോഗം കൊണ്ട് വനാന്തത്തിൽ കൊണ്ടുവിടാനായിട്ട് പോവുക. അപ്പോൾ സൗമിത്രിയുടെ മുമ്പിൽ ഈ ഗംഗാദേവി, ജുന്നോ ദുഹിത്ര, ജുന്നുവിൻ്റെ മകൾ വെച്ചാൽ ഗംഗാദേവി എന്താ പറഞ്ഞ? ആ വാര്യദേവ ചെയ്യരുതേ,